ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ കടവൂരമ്പത്തിൽ ഉത്സവമാണ് ഇന്ന്. അപ്പം ഇച്ചാൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുധിലാലിൻ്റെ വീട്ടിൽ നമ്മളിന്ന് വന്നപ്പോഴാണ് പറഞ്ഞത് നമ്മളെ തേവള്ളിക്കാരുടെ കുതിര ഇവിടുന്ന് ഇപ്പം സമയം 3:30 ആയിട്ടുണ്ട്. കുതിര ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിട്ട് അപ്പോഴറിയാം നമ്മളെ തേവള്ളിക്കാരുടെ കുതിരയുടെ മേളിൽ വെക്കുന്നത് ഒരു അമ്മാവൻ്റെ ഒരു രൂപ. അത് ഒരു വീട്ടിൽ നിന്ന് ചെണ്ടമേളത്തോടു കൂടി ആനയിച്ച് താഴെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേരെ കുതിരയുടെ മേളിൽ കയറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിന്ന് അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്, ആളുകളെല്ലാം പോകുന്നുണ്ട്. നമ്മളിന്ന് അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ബാ. കടവരമ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേവള്ളിക്കാരുടെ കുതിര നമ്മൾ വള്ളത്തിലാണ് കൊണ്ടുപോകുന്നത്. 8 കരയിലുള്ള കുതിരയാണ് വരുന്നത്. 8 കരക്കാരിൽ ഏറ്റവും കുറച്ചുകൂടി സ്പെഷ്യലായിട്ടുള്ളത് ഈ തേവള്ളിക്കാരുടെ കുതിര എന്നാണ്. കാരണം അതിനെ ഇവിടുന്ന് കെട്ടി ആളുകൾ വള്ളത്തിലാണ് കൊണ്ടുപോകുന്നത്. അത് കാണാനായി ഈ ജനങ്ങളെല്ലാം വരുന്നത്. ഈ സമ്മാനെല്ലാം മേലെ കേട്ടിട്ടുണ്ട്. ഇനി അവർ കുതിരയെടുത്ത് വള്ളത്തിലാണ് അപ്പുറത്തെ കരയ്ക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 3:30 ആവാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 3:30 ആകുമ്പോഴത്തേക്ക് വെള്ളത്തിൽ കയറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗായ്സ്, അങ്ങനെ തേവള്ളിക്കാരെ കുതിര വള്ളത്തിലൊക്കെ കൊണ്ടുപോയി ഞങ്ങളിനി ഇവിടെ നിന്ന് നേരെ ഇറങ്ങി കൊല്ലത്തേക്ക് 1-2 ആവശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി കുളിച്ച് റെഡി ആയിട്ട് വേണം പിന്നെ ഉത്സവത്തിന് പോകാൻ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ RP മാളിൽ വന്ന് ഒരു സ്പൈസി പോപ്സും മേടിച്ച്, ചിക്കൻ പോപ്സും മേടിച്ച്, പിന്നെ നോർമൽ പോപ്സും മേടിച്ച് ജുവലിനും ഏതിനും വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു സാൻഡ്വിച്ച് 3 മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഏതാ കൊള്ളാവോ? ജൂലി എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ക്രിസ്പി? ക്രിസ്പിയാണോ? നല്ല സ്പൈസിയാണ്, നല്ല ചൂടുണ്ടോ? അതിനിടയ്ക്ക് നേരെ പോയി ജാജിസി പോയിട്ട് ത്രെഡൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അത് ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനവിടെ ചെയ്യുന്ന സമയം കൊണ്ട് ചൈന ജുവലി ഏതെങ്കിലും ഇവിടുന്ന് സാൻഡ്വിച്ചും പോപ്സൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ വന്നു കഴിക്കുന്നു. ഓക്കെ ഗൈസ്, ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അതിനുശേഷം നമുക്ക് നേരെ കടവൂർ അമ്പലത്തിലെ ഉത്സവം കാണാൻ പോകാനുള്ളതാണ്. ജുവലിനെ നേരെ ചെന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഓക്കെ അല്ലേ ജുവൽ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ഫുള്ള് ഫിനിഷ് ചെയ്തൊക്കെയാണ്. ഇനി നമ്മൾ നേരെ ജൂലൈ ഏതിനും കൂടി മുകളിൽ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെയൊക്കെ ഗെയിംസിൻ്റെ പരിപാടികളാണ് അവിടെ മൊത്തവും. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അല്ലേ പൊന്നു? നമ്മൾ നേരെ അങ്ങോട്ട് പോകല്ലേ? ഇന്ന് നമ്മൾ മൈക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ നമ്മുടെ അടുത്തുണ്ട്. മൈക്ക് എടുക്കാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഏതിനാണെങ്കിൽ ജോലി താണ്ടെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ മുകളിലോട്ട് പോവാണ് ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ കഴിയിരിക്കുകയാണ്. നമ്മുടെ ആർത്തിമണ്ഡലം നമ്മുടെ ഇനി ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ ആശ്രാമത്തിൽ നിന്നും നമ്മുടെ തേവള്ളി പാലത്തിലേക്കുള്ള ലിങ്ക് റോഡാണ് ഗൈസ് ആ കാണുന്ന പാലം. പക്ഷേ ഇതുവരെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഉദ്ഘാടനം മാത്രമല്ല, അതിൻ്റെ പകുതി വെച്ചൊരു ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കും, അങ്ങോട്ട് ഇതായിട്ടില്ല. അതാണ് ഗൈസ്. പിന്നെ നമ്മളെ KSRTC ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. പിന്നെ ടോപ്പിൽ കയറിയ കൊല്ലത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് കാണുന്നത്. റാവിസ് അതാണ് ഗൈസ്. ഇതാണ് ഗൈസ് അല്ല, റാവിസ് എൻ്റെ ഒരു വിരൽത്തുമ്പാണ് ഗൈസ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്ലേ സെക്ഷനിലാണ്. പ്ലേ ടോപ്പിയ എന്ന് പറയാൻ നമ്മൾ ആദ്യമാളിൽ തന്നെയുള്ള പ്ലേയിങ് സെക്ഷനാണ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ പാക്കേജാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 10 ഗെയിംസ് കളിക്കാം. അതിൽ ഒരു ഗെയിംസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജുവനാണ്. നോക്കാം, 5 ഗെയിംസ് ആണ് എടുത്തിരിക്കുന്നത്.
ഗൈസ് അങ്ങനെ ഇപ്പം ജോലി പോയിരിക്കുന്നത് 388 അവർ സ്പീഡിലാണ് പോകുന്നത്. എല്ലാം തട്ടിമുട്ടിയൊക്കെയാണ് പോകുന്നത്. ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ഏതാ നോക്കി നിൽക്കുന്നുണ്ട് ഗൈസ്. ഏതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്ന് ഓടുകയാണ് ഗൈസ്. ഈ ഗ്ലാസിനകത്ത് ഒരു കോയിൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈക്കാസ്റ്റ് വേണ്ടി കിട്ടും. 2 ഇട്ട് കഴിഞ്ഞാൽ ഈ വൈറ്റ്, 3 ഇട്ട് കഴിഞ്ഞാൽ ബ്ലൂ, 4 ഇട്ട് കഴിഞ്ഞാൽ ഈ റോൾസ് റോയ്സ് നമുക്ക് കിട്ടുന്നതാണെന്നാണ് പറഞ്ഞു ചേർത്ത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ് പൊന്നിനെ ഇടാൻ പറ്റുമല്ലോ. ഓക്കെ കിട്ടോ. മൊത്തം 5 ചാൻസ് ആണ് ഗൈസ് ഉള്ളത്. 2 ചാൻസ് തീർന്ന്, ഇപ്പൊ 3ാമത്തെ ചാൻസ് തീർന്നിരിക്കുകയാണ്. 4 തീർന്ന്, 5 തീർന്ന് ഗൈസ്. ഒന്നും നമുക്ക് വീണിട്ടില്ല. ഓക്കെ ഗൈസ്, ഏതിനാണ് അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഏതിനെ കൊണ്ട് പറ്റുമല്ലോ എന്ന്. സപ്പോർട്ടിന് നീതുവാണ് ഗൈസ്. നീതു ഏതിനാണ് ഗൈസ് കളിക്കുന്നത്. ജയിക്കത്തില്ല, എന്നാലും അവർ ട്രൈ ചെയ്യാണ് ഗൈസ്. അമ്മയും മോനും കൂടെ ട്രൈ ചെയ്യാണ് ജയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ തോറ്റിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അവിടെ ഇരുന്ന പൊന്നു. ഓക്കെ, നമ്മൾ തീർന്നിട്ടില്ല ഗൈസ്. നമ്മൾ ജയിച്ച് പോവുകയാണ്. ഇതിനകത്ത് നമുക്ക് നോക്കാം നീതു ഏതെങ്കിലും ജയിക്കുമോ ഇല്ലയോ എന്ന്. ഉന്നം പിഴച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. നേരെ ആവുന്നില്ല. അരി നിക്ക്, പ്രസ് ചെയ്തോ. ഓക്കെ ഗൈസ്, കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ തീർന്നിട്ടില്ല. ഓക്കെ, നീതു ഏതെങ്കിലും കൂടി ഞാൻ മുന്നേറുകയാണ് ഗൈസ്. ഓരോ പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. ഗൈസ് കണ്ട് വെടിവെച്ച് മുന്നോട്ട് പോവുകയാണ് രണ്ടുപേരും കൂടി. ഒന്ന് പിടിച്ചു കളി. ഓക്കെ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അത് തീർന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഏതൊക്കെ അവർ ഇത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ജുവൽ തവളയുടെ എടുത്തിരിക്കുകയാണ്. കോയിൻസ് എടുക്കാൻ വേണ്ടി 55 കോയിൻസ് എടുത്തു കഴിഞ്ഞാൽ സമ്മാനം കിട്ടുകയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ജുവൽ ഇതാണ്ട് പരിശ്രമിക്കുകയാണ് ഗൈസ്. 55-ന് 49 ആയിട്ടുള്ള ഗൈസ്. ജുവൽ ഇതാണ്ട് മുന്നേറ്റത്തിലാണ് ഗൈസ്. 55 എണ്ണം കിട്ടുമെന്ന് അറിയത്തില്ല ഗൈസ്. ജോലി മുന്നേറുകയാണ്. ഇപ്പൊ 49, 50, 51 4 പോയിന്റിൽ ജോലി തോറ്റിരിക്കുകയാണ് ഗൈസ്. ജോലി രണ്ടാമത്തെ ചാൻസ് കൂടെ എടുത്തിരിക്കുകയാണ് ഗൈസ്.
ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ് ഗൈസ്. നമുക്ക് നോക്കാം ജോലി കിട്ടുമില്ലയോ. $54 പോയിന്റ്സ് ഗൈസ്. ഒരൊറ്റ പോയിന്റ്സിനാണ് ജോലിന് പോയത്. അപ്പുറത്ത് മാത്രം. ഗൈസ് പിന്നെയും ജോലി രണ്ടാമത്തെ റൗണ്ട് ട്രൈ ചെയ്യാണ്. കിട്ടില്ലെന്ന് അറിയത്തില്ല, കിട്ടത്തില്ല എന്നാണ് തോന്നുന്നത്. നേരത്തെ ജസ്റ്റ് മിസ്സിനാണ്, ഒരൊറ്റ പോയിന്റ്സാണ് ജോലിന് പോയത്. ഈ ചാൻസിൽ കിട്ടുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. 54 സെയിം ജോലിന് പോയി ഗൈസ്. ഏതെൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, ഏത് നണ്ടെ തുടങ്ങിയാണ് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏതിനാണ് ഗൈസ് ഡ്രൈവ് ചെയ്യുന്നത്, നോക്കാം നമുക്ക് എങ്ങനെ പോകുന്നത്. ഇത് പയ്യെ പോക്കലെന്നാണ് അവർ പറയുന്നത് ഗൈസ്. നമുക്ക് നോക്കാം എത്ര നേരം എടുക്കുമെന്ന്. ഭയങ്കര സ്ലോയാണ് ഗൈസ്. അയ്യോ അനങ്ങുന്നില്ല, ഭയങ്കരമായ സ്ലോയാണ് ഗൈസ്. ഇത് പിള്ളേരെ പറ്റിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അറിയാം ഗൈസ്. വേറെ ഒന്നുമില്ല, പിള്ളേരെ പറ്റിപ്പോൾ മാത്രം വെറുതെ സമയം പോകും, അത്രയും തന്നെ. പക്ഷേ വലിയ എന്റർടൈൻമെന്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ണ് അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കൊല്ലം ആർട്ടി മാളിൽ വെറും ജസ്റ്റ് ഫണ്ണ് മാത്രമേ ഉള്ളൂ ഗൈസ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ഇതിലാണ് ജുവലിന് പോയത്. 44 അല്ല 55 കിട്ടേണ്ടത്. ബാക്കിയുള്ള ട്രെയിനിൽ പിന്നെയും സ്പീഡുണ്ട് ഗൈസ്, പക്ഷേ ഇതിന് സ്പീഡും ഇല്ല, ഒന്നുമില്ല. ഇത് നമ്മുടെ കോയിൻസ്, നമ്മുടെ പൈസ പോകുന്ന അല്ലാതെ വേറെ ഒരു ഒറ്റ ഇതും ഇല്ല ഗൈസ്. നമ്മുടെ പൈസ പോകുന്നതല്ലാതെ വേറെ ഒരു മിച്ചവും ഇല്ല ഗൈസ്. ഇത് ജസ്റ്റ് ഫോർ ഫൺ പറഞ്ഞ കണക്ക് നമുക്ക് തമാശയായിട്ട് നമുക്ക് കൊണ്ട് കളയാം. പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ കൊണ്ട് ഫണ്ണായിട്ട് കൊണ്ട് കളയാം, അത്ര തന്നെ. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. ഈ കാണുന്ന എല്ലാ ഗെയിംസും അതുപോലെ തന്നെയാണ്, ജസ്റ്റ് ഫോർ ഫണ്ണ് മാത്രം. പൈസ ഉള്ളവനെ ആസ്വദിക്കാം, അത്ര തന്നെ. അല്ലാത്തവർക്ക് ഒന്നുമില്ല, നമ്മളെ പോലെ വന്ന് കളിച്ച് ഗെയിംസ് എടുക്കുന്നവർക്കൊന്നും പറ്റില്ല, ജസ്റ്റ് ഫോർ ഫൺ മാത്രം. ഓക്കെ ഗൈസ്, നമ്മൾ 3 കോയിൻസ് കൊടുത്തിരിക്കുകയാണ്. അവർ കാർഡിലോട്ട് അപ്ലൈ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പിന്നെ എപ്പം നമുക്ക് ഫ്രീ ആവുന്നു അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് പ്ലേ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്കത് അത് മതി. ഞാൻ പറഞ്ഞില്ലേ, ഒരു തവണ പറഞ്ഞ കണക്ക് നമുക്ക് ജസ്റ്റ് ഫോർ ഫൺ, പൈസ ഉള്ളവന് വന്ന് ചുമ്മാ വന്നിട്ട് നേരം പോക്കിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വരാം, അല്ലാതെ നമുക്ക് പറ്റില്ല. അല്ലാത്തവർക്ക് ഈ പറയുന്ന കണക്ക് ജസ്റ്റ് പൈസ പോകുന്ന ഒരു മിഷൻസ് മാത്രമേ ഇത്രയും ഈ കാണുന്ന എല്ലാം ഒന്നുമില്ല ഗൈസ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കാർഡ് വന്ന് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, 3 കോയിൻസ് നമുക്ക് ഉപയോഗിക്കാം, 3 മിഷൻസ്. ഓക്കെ, എടുത്തിട്ടില്ല, ഇല്ല എടുത്തില്ല, കാർഡിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഗൈസ്. നമ്മുടെ ജുവലിനെ നമ്മൾ പൊക്കി തന്നെ പറയണം, കാരണം ഒരൊറ്റ പോയിന്റിനാണ്. അല്ല, ഞാൻ ഇപ്പോഴും പറയും, ഒരൊറ്റ പോയിന്റിനാണ് പോയത് ജുവല്. ഒരൊറ്റ പോയിന്റിനാണ് ജുവല് പോയത്. ആ ഒരു ഒറ്റ കാര്യത്തിൽ ഞാൻ ജുവലിനെ സമ്മതിക്കും. 2 തവണ 4 തവണ കളിച്ചെങ്കിലും, അതാ പറഞ്ഞ 2 തവണയെങ്കിലും 2 കോയിൻസ് ഇട്ടെങ്കിൽ 4 തവണ ചാൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 തവണ പറ്റിയില്ല, പിന്നീട് 2 തവണ പിന്നെ ഒരൊറ്റ പോയിന്റിൽ പോയി. അവർക്കൊക്കെ ഒരു ഏകദേശം അവർക്കൊരു പ്ലാനിങ് ഉണ്ടല്ലോ, അതനുസരിച്ച് അത് പോകത്തുള്ളൂ. നമ്മളിനി എത്ര ശ്രമിച്ചാലും ലക്ക് ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടത്തില്ല, അല്ലേ പനു? ഓക്കെ ഗൈസ്, ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ അടുത്ത കാറിലോട്ട് പോവുകയാണ്. നമ്മുടെ കാറ് B1 പാർക്ക് ചെയ്തിരിക്കുന്നത്. ഏതെന്നാ കണ്ടില്ലേ, ലിഫ്റ്റിൽ കിടന്ന് കളിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ സെൽഫി പോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കറക്റ്റ് ക്ലിയർ ആവുന്നില്ല. അതുപോലെ നമ്മൾ ഇന്നത്തെ നമുക്ക് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് എടുത്തിട്ടില്ല. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് പോകുന്നത്. ഓക്കെ, നമ്മുടെ കാറ് വീട്ടിലോട്ട് പോയിട്ട് ജുവലിനെ നമ്മൾ റെഡിയായി, ജോലി യൂണിഫോം ഒക്കെ മാറ്റി ഒരുങ്ങി റെഡി ആയതിനു ശേഷം നമ്മൾ നേരെ കടൂർ ഉത്സവം, നമ്മുടെ കടൂർ ഉത്സവം കാണാനാണ് നമ്മൾ പോകുന്നത്. കാർ അവിടെ ഇടാൻ എന്തായാലും പറ്റത്തില്ല, നമ്മൾ കാർ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ടേ നമുക്ക് ഉത്സവം കാണാൻ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ, റെഡി ആയിട്ട് വീട്ടിലൊക്കെ പോയി റെഡി ആയിട്ട് വന്നിട്ട്